നന്ദി. ഡോക്ടർ എത്തിയിട്ടുണ്ടല്ലോ, ധനേഷ് ഡോക്ടറെ അല്ലേ? ഡോക്ടറെ കാണുന്നില്ല. കാണുന്നില്ല, അതാണ് ഞാനും നോക്കിയപ്പോ ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല അല്ലേ? നമുക്ക് വിളിക്കാം. വിഷയം കോവിഡ് വാക്സിന്റെ ആണ്. അതെ അതെ, കോവിഡ് വാക്സിൻ വിഷയം ചികിത്സാനുഭവങ്ങളല്ല. അതായത് നമ്മുടെ ഈ കോവിഡ് എന്ന വാക്സിൻ വന്ന കാലം തൊട്ട് നമ്മുടെ വാക്സിൻ ഉപയോഗിക്കാൻ എന്തായാലും ഡോക്ടർ കയറുമ്പോഴേക്കും വിഷയത്തിനെ കുറിച്ച് ധനേഷ് ഡോക്ടർ ഒന്ന് വിവരിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കോവിഡ് എന്ന മഹാമാരി എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട രോഗത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയ വിക്രിയകളിൽ സുപ്രധാനമായ ഒന്നായിരുന്നു വാക്സിനേഷൻ. അപ്പൊ ഈ വാക്സിനേഷൻ എന്ന പ്രോസസ്സ് തുടങ്ങിയത് തന്നെ പ്രതിരോധിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഹോമിയോ മരുന്നുകൾ അല്ല വേണ്ടത്, അലോപ്പതി മരുന്ന്, ഈ വാക്സിനാണ് ഫലപ്രദം എന്ന ഒരു പ്രചരണം ലോകം മൊത്തം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു, ഞങ്ങളുടെ വാക്സിൻ എന്ന ഒരു പേരിൽ പലതരം വാക്സിനുകൾ അവതരിപ്പിക്കുകയുണ്ടായി. ഈ അവതരിപ്പിച്ച വാക്സിനുകൾ ജനങ്ങളുടെ മേല് പരീക്ഷണാർത്ഥം ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്തത്. അത് എത്ര കണ്ട് വ്യക്തത വരുത്താതെ തന്നെ അങ്ങ് ഉപയോഗിക്കുകയായിരുന്നു. അപ്പൊ തീർച്ചയായും അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് ഒത്തിരി ഭവിഷ്യത്തുകൾ അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോരുത്തർക്കും തോന്നിയ രീതിയിൽ അവരവർ തന്നെ വാക്സിൻ ഉണ്ടാക്കിയ വാക്സിനുകൾ വളരെ ഫലപ്രദമാണെന്ന് അവരവർ തന്നെ റിസർച്ച് നടത്തി പ്രഖ്യാപിക്കുകയുമായിരുന്നു. എന്തായിരുന്നു റിസർച്ച് എന്നത് പിന്നീട് നമുക്ക് പറയാം. അതിന്റെ ഭാഗമായിട്ട് അന്ന് വാക്സിൻ എടുത്ത കാലം തൊട്ട് തന്നെ മരണങ്ങളും വർദ്ധിക്കുകയുണ്ടായി. നമ്മുടെ ഒരു രോഗവും ഇല്ലാതിരുന്ന പല ആൾക്കാരും വാക്സിനേഷൻ എടുത്തതിന് ശേഷം തളർന്നു വീഴുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഫാക്കൽറ്റി എത്തിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എന്ന മഹാദുരന്തം അത് നമുക്ക് കാട്ടിത്തന്ന പല പ്രശ്നങ്ങളെയും കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനും, അത് ഇപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ കോവിഡിന്റെ ആദ്യ കാലം മുതൽ നമ്മൾ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹോമിയോപ്പതിയുടെ ആഴ്സനിക് ആൽബ് വളരെ ഫലപ്രദമാണെന്ന് CCRH വരെ റിസർച്ച് ഫൈൻഡിങ്ങിലൂടെ കണ്ടുപിടിക്കുകയും അത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് കില്ലർ വാക്സിൻ എന്ന പേരിൽ നമ്മുടെ ഈ വാക്സിൻ വരികയും ആ വാക്സിൻ ജനങ്ങൾ ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അത് ഉപയോഗിച്ചതിന് ശേഷം ഒന്നാം തരംഗവും അപ്പോൾ തന്നെ വൈബ്രന്റ് വരുന്നു എന്നതിന്റെ പേരിൽ പിന്നീട് എടുക്കുകയും അതിന്റെ പേരിൽ രണ്ടാം തരംഗം വരികയും പിന്നെ മൂന്നാം തരംഗം എന്ന പേരിൽ അങ്ങനെ 3 വാക്സിനുകൾ ഇന്ത്യയിൽ തന്നെ എടുക്കുകയുണ്ടായി. അതിന്റെ ദുരന്തങ്ങൾ അന്ന് മുതൽ ജനങ്ങൾ അനുഭവിക്കുകയുണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ പോലും അതിന്റെ ആദ്യത്തെ വാക്സിനിൽ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള ഒരു വസ്തുത അന്ന് തന്നെ നമ്മളെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. അപ്പൊ തീർച്ചയായും ആ വാക്സിൻ എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ മാത്രമാണ് ഇതുണ്ടാകുന്നു എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് വളരെ വളരെ വൈകിയ വേളയിലും ചെറുപ്പക്കാരുടെ കുഴഞ്ഞ വീണ മരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എനിക്കറിയാം, ഇന്നലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒരു കോൺഫറൻസിൽ പങ്കെടുത്ത് വെളുപ്പിന് രാവിലെ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ അവിടെ കുഴഞ്ഞു വീണ് ഇപ്പം വെന്റിലേറ്ററിലാണ്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ വാക്സിൻ ചെയ്ത ഗുണമാണോ ദോഷമാണോ എന്ന് ആധികാരികമായിട്ട് പറയാനായിട്ടും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിലും നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ഷാജി കുട്ടിയത്തിനെ ഈ വേദിയിലോട്ട്. സ്വാഗതം. ഓക്കെ, ഷാജി കുടിയാട്ട് ഡോക്ടറെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ എൻ്റെ ലാപ്ടോപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അതൊന്ന് രണ്ടിലും നമ്മൾ ഫോക്കസ് ആക്കിയിട്ടുണ്ട്. മ്യൂട്ടാണ് ഡോക്ടറെ. ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെല്ലാം ആവശ്യമുണ്ടെന്നുള്ള ഡോക്ടർ ധനേഷിന്റെ ആ ഒരു ധാരണ ശരിയാണ്. നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമാവുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതവും കൂടിയാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടോടെ ഈ ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്ത്
നമുക്ക് എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്, അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് എന്താണ് റോൾ പ്ലേ ചെയ്യാനുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ കാര്യവിവരത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നതിനും ആ പ്രതിസന്ധിയെ നേരിട്ട് അതിനെ ഓവർകം ചെയ്യുന്നതിന് നമ്മൾ തന്നെ സജ്ജരാകുകയും സമൂഹത്തെ സജ്ജരാക്കാനും അങ്ങനെ ലോകത്തിന് പുതിയൊരു ഡയറക്ഷൻ കൊടുത്ത് അതിലോട്ട് നയിക്കാനൊക്കെ നമുക്ക് സാധ്യമാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. കോവിഡ് എന്ന പാൻഡമിക് സമൂഹത്തിൽ നമുക്കുണ്ടാക്കിയ ദൂഷ്യങ്ങൾ, അതുപോലെ തന്നെ ഇനിയും വരാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ പാൻഡമിക് ട്രീറ്റി WHO ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 19 മുതൽ മെയ് മാസം 2024 അതിൻ്റെ ചർച്ചകൾ പൂർത്തീകരിച്ച് അത് അംഗീകരിച്ചോളണമെന്നുള്ള അന്ത്യശാസനമാണ് ലോകത്തെ നയിക്കുന്ന ഏതാനും ചില ശക്തികൾ ലോകരാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവര് എന്തിനും ഏതിനും റെഡിയായി അംഗീകരിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ശക്തിക്ക് അജ്ഞാന ശക്തിക്ക് മുന്നിൽ ലോകം പകച്ചു നിൽക്കുകയാണ്. ലോകത്തെ മൊത്തം കബളിപ്പിച്ചുകൊണ്ട് വെറും ഒരു വൈറസിനെ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത ഒരു വൈറസിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു RNA കമ്പോണന്റിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള RT-PCR ടെസ്റ്റ് വെച്ച് ഒരു പാൻഡമിക് തന്നെ ചരിത്രത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച് ലോക ജനതയെ മൊത്തം കബളിപ്പിച്ച് ചില ശക്തികൾ ലോകത്ത് അരാജകത്വം സൃഷ്ടിച്ച് അവര് തെറ്റായ വീക്ഷണകോണിലൂടെ ലോകത്തെ നയിച്ച് അവരുടെ തെറ്റുകൾ മൂലം ലോകത്തിന് വന്നിരിക്കുന്ന അപജയത്തെ അവര് വീണ്ടും വീണ്ടും കവറപ്പ് ചെയ്യാൻ അവരുടെ സ്വാർത്ഥതയിലൂടെ അല്ലെങ്കിൽ സൈക്കോപ്പതിക്കായിട്ടുള്ള ചില പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ നയിക്കുന്ന ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോമിയോപ്പതി ഡോക്ടർമാരായ നമുക്ക് അതിൻ്റെ അകത്ത് അതിപ്രധാനമായ റോള് പ്ലേ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഹോമിയോപ്പതി മരുന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എലവേറ്റ് ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ പുസ്തകങ്ങളിൽ പഠിക്കുന്ന WBCയും ഇമ്മ്യൂണോഗ്ലോബുലിൻസും ആന്റിബോഡീസ് തുടങ്ങിയ ഭൗതിക തലത്തിൽ മാത്രം നിജപ്പെട്ട് നിൽക്കുന്ന സംഗതിയല്ല. അതിനപ്പുറം നമ്മുടെ എനർജി കമ്പോണൻസിന് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ അതിപ്രധാനമായ റോള് പ്ലേ ചെയ്യാനുണ്ട്. അവിടെയാണ് നമ്മുടെ വൈറ്റൽ ഫോഴ്സ് എന്ന ഘടകത്തെ നമ്മൾ ഹോമിയോപ്പതി മെഡിസിനും കൊണ്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാതിനും അതിൻ്റെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ആ എനർജി നമുക്ക് ഹെൽത്തി റേഞ്ചിനുള്ളിൽ ഒപ്റ്റിമൈസ് ചെയ്ത് നിർത്താൻ നമ്മുടെ മെഡിസിനിലൂടെ നമുക്ക് സിമിലിമം തിരഞ്ഞെടുത്ത് റെസണേഷനിലൂടെ സാധിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെയാണ് നമ്മൾ രോഗങ്ങളെ ക്യൂർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻ്റെ ഈ ഫ്യൂച്ചറിലോട്ടുള്ള സ്കോപ്പും പൊട്ടൻഷ്യലും എല്ലാം. അപ്പൊ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനും നമ്മളത് പൂർണ്ണ ബോധ്യപ്പെട്ട് ആ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എലിവേറ്റ് ചെയ്താൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ മൊത്തത്തിലുള്ള ടോട്ടൽ നിയന്ത്രണം ആ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിലൂടെ നമ്മളുടെ ബോഡിയിൽ നടത്താൻ അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് അവർ ഹോമിയോപ്പതിയെ പല കാര്യങ്ങളും അവർക്കും അറിഞ്ഞുകൂടാ എന്നുള്ള സത്യമാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അവർക്ക് ഹോമിയോപ്പതിയുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഏകദേശ ധാരണയുണ്ട്. അവരുടെ അറിവിനും അവരുടെ നിയന്ത്രണത്തിനും അപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങൾ ഹോമിയോപ്പതിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ കോർണർ ചെയ്യുന്നത് ഹോമിയോപ്പതിയാണ്. നമുക്കത് അനുഗ്രഹമാണ്. ലോകത്തെ രക്ഷിക്കാൻ, ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹിച്ച് നമ്മളെ ഹോമിയോപ്പതി ഡോക്ടർമാരാക്കിയിരിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ തിരിച്ചറിവ് നമ്മളിൽ പലരും ഇല്ല എന്നുള്ളത് അതിദാരുണമായ ഒരു സത്യമാണെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു
സത്യത്തെ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞ് അതിലൂടെ നമുക്ക് ലോകത്തെ രക്ഷിക്കാൻ സാധ്യമാകുന്നതെല്ലാം ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അപ്പോ ഇപ്പോഴ് അപ്പൊ ഇത് നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്നതിലപ്പുറമുള്ള സാധാരണ ഡിസ്കഷൻ വിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു ആകെ തുക നമ്മൾ മനസ്സിലാക്കിയാലാണ്, ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രതിഭാസത്തെ നമ്മൾ മനസ്സിലാക്കിയാലാണ് ഇതിന്റെ തീഷ്ണത നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ പൊട്ടൻഷ്യലും നമ്മുടെ റോളും എല്ലാം തിരിച്ചറിഞ്ഞ് നമുക്ക് ഒരു ഉൾക്കാഴ്ചയുടെ നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. അതിന് നമ്മൾ ഓരോരുത്തരും സജ്ജരാകുക. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ആണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ജ്ഞാനം നമ്മുടെ ഈ ഡെയിലി സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, നമ്മൾ IOPH ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ ഒരു ധാരണയോടെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോക്ക് ഇവിടെ നൽകാൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളും ഷെയർ ചെയ്യണം. ഡോക്ടർ ധനേഷ് ഓൾറെഡി ഒരു നല്ല ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അപ്പോൾ ഇനിയും നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലോട്ട് ഒന്ന് എത്തി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇന്റർനാഷണൽ ട്രീറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോ കേരളത്തിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. പല എക്സ്പെരിമെന്റും ഈ ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമായിട്ട് തുടങ്ങിയിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. നിപ്പ പരീക്ഷണവും ലോക്ക്ഡൌണും ഒക്കെ ലോകത്ത് പരീക്ഷിച്ചത് കേരളത്തിൽ തന്നെയാണ്. അപ്പൊ അവരൊരു ടീമിനെ ഗവൺമെന്റ് മുതൽ മറ്റ് ഉള്ള തലത്തിലെല്ലാം അവരൊരു ടീമിനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് IFAയുടെ തലപ്പത്തൊക്കെ വെറും അവർക്ക് വേണ്ടിയിട്ട് എന്തും പറയാൻ റെഡിയായിട്ട് വെളിവും ബോധവും ഇല്ലാത്തോണമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചിലരെ പ്രതിഷ്ഠിച്ച് അവരിലൂടെ ഇതുമാതിരി നമ്മൾ 100 ദിവസം കഴിഞ്ഞപ്പോൾ കേട്ട പോലെയുള്ള ഹോമിയോപ്പതി ലോകത്തെല്ലാം നിരോധിച്ചു എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തിത്വങ്ങളെ പ്രതിഷ്ഠിച്ച് അവരുടെ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് നേരിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട ഡോക്ടർമാരെ അവര് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പൊ ഞാൻ ആരുടെയും പേര് പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമുക്കെല്ലാം അവരുടെ പേരുകളൊക്കെ വ്യക്തമാണ്. ഈ നമ്മുടെ ഇവിടെ തന്നെ പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചവര് ഒക്കെ നമുക്ക് പേരുകൾ അറിയാം. അപ്പൊ ഇവരൊക്കെ നമ്മൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്. ഇപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ പബ്ലിക് ഹെൽത്ത് ആക്ട്. നമ്മളെ ബലമായിട്ട് കൊണ്ടുപോയി വാക്സിനുകൾ എടുപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ വാക്സിനിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇപ്പൊ എന്നെ പോലെയുള്ളവരൊക്കെ വാക്സിൻ എടുക്കാതിരിക്കുന്നതിന്റെ ദൂഷ്യങ്ങൾ, അവരുടെ ഇംപ്ലിമെന്റേഷൻ വരാതിരിക്കാൻ അവർ മറ്റെല്ലാ തലങ്ങളിലും നമ്മളെ പൂട്ടാൻ നോക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഫോർട്ടിഫൈഡ് ഫുഡ് തന്നുകൊണ്ട്, ഈ ഫോർട്ടിഫൈഡ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഈ ഫോർട്ടിഫിക്കേഷനുള്ള മെറ്റീരിയൽസ് എല്ലാം ലോകം മൊത്തം ഇത് ചെയ്യുന്നത് ഒരൊറ്റ കമ്പനിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും അതിൻ്റെ ഒരു റോളും ഇല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് നെതർലൻഡ്സ് ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. നെതർലൻഡ്സ് എന്ന് പറഞ്ഞ രാജ്യം യൂറോപ്പിലെ ധാർമ്മികമായി തകർന്നടിഞ്ഞ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട ഒരു രാജ്യമാണ്. അത് നല്ല മനുഷ്യരാണ്. പക്ഷെ അവരിന്ന് ഈ ബാഹ്യശക്തികളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ട് ഇതുമാതിരി ഭിന്നമായി ഡിസോർഡർ ആയിരിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് അവരിന്ന് കാണപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു കമ്പനി ലോകത്തിന് മൊത്തം ഇതുമാതിരിയുള്ള ഇന്ത്യയിലൊക്കെ ഉള്ള ഈ കാര്യങ്ങൾ ഫോർട്ടിഫൈഡ് ഫുഡൊക്കെ കൊടുക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആ കണക്ടിവിറ്റി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡുകളെല്ലാം കണക്ടിവിറ്റി ഇതുമാതിരി ഈ കണക്റ്റഡ് ആണ്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിലൂടെ ഇവരാഗ്രഹിക്കുന്ന കെമിക്കൽസ് ഒക്കെ എത്തിച്ച് നമ്മളെ കൊല്ലുക, അല്ലെങ്കിൽ നമ്മളെ ഹാക്ക് ചെയ്യുക, എല്ലാവരെയും പണ്ട് കഴുത്തിൽ ചങ്ങലയിട്ട് അടിമപ്പെടുത്തിയെങ്കിൽ ഇന്ന് ടെക്നോളജി ഉപയോഗിച്ച് നമ്മളെ അടിമപ്പെടുത്തി അവരുടെ അധീശത്തില് നമ്മളെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ്. അതിനാണ് അവർ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് വിളിച്ചിരിക്കുന്ന പേര് തന്നെ. അതിലൂടെ ന്യൂ വേൾഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് റീസെറ്റ് നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുപാതികമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള, നമുക്കതിന് ആയുധങ്ങളില്ല. നമ്മുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ ആയുധത്തെ നിഷ്ഫലമാക്കാനായിട്ട് നമുക്ക് മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ മരുന്നാണ്. ആ മരുന്ന് നമ്മുടെ ജീവശക്തിയെ സ്വാധീനിച്ച് നമ്മുടെ ഭൗതിക തലത്തിൽ അവർ വരുത്തുന്ന മാറ്റങ്ങളെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ കൊണ്ട് റിജക്റ്റ് ചെയ്യിക്കുന്നതിനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ അവർ ഏറ്റവും ടാർഗറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മെക്കാനിസം അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലിട്ട് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് നമ്മളെ ഹോമിയോപ്പതി ഡോക്ടർമാരെ ഒതുക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കും. അപ്പോൾ ലോകരക്ഷയ്ക്കായിട്ട് വരേണ്ടവരാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമുക്കും കൂടെ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇനിയും പാൻഡമിക് ട്രീറ്റി ഒക്കെ വന്നതിന് ശേഷം മെയ് മാസത്തോടെ വരും. പണ്ടൊക്കെ നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ വരുന്ന പാൻഡമിക്കുകൾ ഇപ്പം തന്നെ ഒരു 2 വർഷത്തിനകം തന്നെ 2 പാൻഡമിക് വന്നു. COVID-19 മങ്കി പോക്സ്. ഇനിയും പാൻഡമിക് വരുമെന്ന് ഉള്ള ഉറപ്പിലാണ് അവർ പാൻഡമിക് ട്രീറ്റ് തന്നെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ എങ്ങനെ അവർക്ക് നിശ്ചയിക്കാൻ പറ്റും? എങ്ങനെ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഈ പ്രഡിക്ഷൻസ് ഒക്കെ ചുമ്മാ അവര് പ്ലാനിങ് നടത്തി നടപ്പാക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഒരുമയോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ് എമർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ വാക്സിൻ, അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളിൽ ഉള്ള HPV വാക്സിൻ, വൈറസ് ആണ് ക്യാൻസർ വരുത്തുന്ന ലോകത്ത് ഇതുവരെ ഒരു ഐഡന്റിഫിക്കേഷനും നടത്തിയിട്ടില്ല. ആകപ്പാട് ചെയ്യുന്നത് വൈറസിന് നമ്മുടെ ജെനിറ്റൽ ഓർഗൻസിലും ജെനിറ്റൽ ഏരിയയിലും സർവിക്സിലും ഒക്കെ ഇൻഫെക്ഷൻ വരുത്താൻ പറ്റും. ആ ഇൻഫെക്ഷൻ വന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ അവിടെ ക്യാൻസറസ് ആയിട്ട് മാറുന്നതിനുള്ള കാരണമുണ്ട്, സാധ്യതയുണ്ട്. പക്ഷെ അത് ഇൻഫെക്ഷൻ ആണെന്ന് മാത്രം നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാതെ ഈ വൈറസിനെ ആണ് ഒരു നിമിത്തമാക്കി നിർത്തി അവർക്ക് നമ്മുടെ സ്ത്രീകളെ ഫെർട്ടിലിറ്റി ഇല്ലാതാക്കുക, ലോകത്ത് ജനസംഖ്യ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തിലോട്ടാണ് ഇതെല്ലാം അവർ ചെയ്യുന്നത്. പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങളെ, അപ്പൊ അലോപ്പതി ഡോക്ടർമാരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് അറിഞ്ഞുകൂടാ. IMA പറഞ്ഞു, അവരും ചെയ്യുന്നു, അവർക്ക് അതിനുള്ള സാമ്പത്തിക ലാഭം കിട്ടും. ആ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം കൂട്ടുകക്ഷിയായിട്ട് ഇത് ചെയ്യുകയാണ്. നമുക്കറിയാം, എനിക്ക് നേരിട്ട് അറിയാവുന്ന പല IMAയുടെ ഭാരവാഹികൾ വളരെ മനസ്സുള്ള ഒരു സമൂഹത്തിനും ലോകത്തിനും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇതിൻ്റെ അകത്തൊക്കെ ഉൾപ്പെട്ട് വീഡിയോ വരെ പബ്ലിഷ് ചെയ്തറിയാം. ഞാൻ പേഴ്സണലായിട്ട് പലർക്കും അവർക്ക് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം കളക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു ദൗത്യമാണ്. അപ്പൊ എനിക്ക് നമ്മളെ ഇത് ശ്രമിക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് അതിവിശാലമായ വലിയ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ലോകത്തെ രക്ഷിക്കുന്നതിന്, മനുഷ്യരെ നിലനിർത്തുന്നതിന് ഇന്ന് മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. മനുഷ്യകുലം ലോകത്ത് നിലനിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടായ സംഘടിതമായ പൂർണ്ണമായ അവബോധം, കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രവർത്തനവും ബോധ്യപ്പെടലും എല്ലാമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ നിമിത്തമായി മാറുന്നത്. അപ്പൊ നമ്മളതിന്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളതിന് നിമിത്തമായവരാണ്. നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് നമ്മുടെ സഹജീവികളായ ഇതേക്കുറിച്ച് അറിയാതെ അന്ധമായിട്ട് എവിടെയെങ്കിലും അലോപ്പതി ഡോക്ടർമാരായിപ്പോയി എന്നുള്ളത് കൊണ്ട് അവര് ഇതിൻ്റെ അകപ്പെട്ട് അവരുടെ അജ്ഞത കൊണ്ട് അവര് ഇതിനോട് സഹകരിക്കുമ്പോൾ അവരെ നമ്മൾ കഴിയുന്നത്ര രീതിയിൽ ഇതിൻ്റെ യഥാർത്ഥങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അവരുമായിട്ട്.
അവരുടെ ബന്ധുക്കളോ അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ നമ്മൾ ഇത് അറിയിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യമൊക്കെ അറിയിക്കുമ്പോഴും നമുക്ക് പലപ്പോഴും വളരെ തിക്താനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. പക്ഷേ വീണ്ടും ഇതൊക്കെ സത്യമായി ഭവിക്കുമ്പോൾ അവർക്കത് എളുപ്പമായി മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലൊക്കെ IMAയുടെ ഒരു മീറ്റിങ്ങിൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയത് ഞാൻ ഫോട്ടോ ഇട്ടിരുന്നു. അതൊക്കെ സാധ്യമായത് ഞാൻ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് കോവിഡിന്റെ ദൂഷ്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നെ അന്ന് തെറി വിളിച്ച് ആക്ഷേപിച്ചവരാണ് അതിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം നൽകിയത്. എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചവരാണ് ആ മീറ്റിങ്ങിൽ ഞാൻ നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് എന്നെ അതിൽ പങ്കെടുപ്പിച്ചത്. അപ്പൊ നമ്മൾ ഇന്നത് പറയുമ്പോൾ പലരും ചിലപ്പോൾ നമ്മുടെ നേരെ നെറ്റിതുളിച്ചേക്കാം, പലരും നമുക്കെതിരെ ആക്ഷേപഹാസ്യങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ നമ്മൾ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇതുവരെ നമ്മൾ അനുഭവിച്ച കണ്ട ലോകമല്ല ഇനി ഒരു 10 വർഷം കൊണ്ട് ലോകത്ത് നടക്കാൻ പോകുന്നത്. അത് വളരെയേറെ വ്യത്യാസമുണ്ട്. അവര് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ആ ബുക്കൊക്കെ നിങ്ങളെ പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുള്ളതാണ്. COVID-19 ദ ഗ്രേറ്റ് റീസെറ്റ് എന്നുള്ളതും ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നുള്ള ബുക്കുകളും, അതുപോലെ തന്നെ യുവൽ നോവ ഹരീരിയുടെ 2020 ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ കൊടുത്ത മനുഷ്യനെ മൊത്തം ഹാക്ക് ചെയ്യുന്ന വീഡിയോകളെല്ലാം ഈ ഫോറത്തിൽ വരുന്നവര് സ്ഥിരം കണ്ട് തഴമ്പിച്ച് മടുത്തിരിക്കുന്നതുകൊണ്ട് ഞാനത് വീണ്ടും കാണിക്കുന്നില്ല. പക്ഷെ അത് ഓർമ്മപ്പെടുത്തിയാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം അന്തസത്ത ഉൾക്കൊണ്ട്, അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. നമ്മുടെ സ്ത്രീ ജനങ്ങൾ ലോകത്ത് ചരിത്രത്തിൽ വളരെ റെയറായിട്ട് നടക്കുന്ന ചില കാലഘട്ടങ്ങളുണ്ട്. സാധാരണ യുദ്ധം ചെയ്യാൻ പലപ്പോഴും പുരുഷന്മാരാണ് പോകുന്നത്. പക്ഷെ ചില അസന്നിഗ്ധ ഘട്ടത്തില് യുദ്ധം ചെയ്യാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങേണ്ട ഒരു കാലഘട്ടം വന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു അസന്നിഗ്ധ കാലഘട്ടമാണെന്ന് തിരിച്ചറിയുക. സ്ത്രീകൾക്കുൾപ്പെടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിലും മനുഷ്യരാശിയെ സംരക്ഷിക്കേണ്ട പ്രവർത്തനങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു റോള് പ്ലേ ചെയ്യാനുണ്ട്. നമ്മുടെ കൂടെ ശ്രമിക്കുന്ന ഓരോ സ്ത്രീ ജനങ്ങളും അത് പ്രത്യേകം മനസ്സിലാക്കും. കാരണം നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നടക്കുന്നത് സത്യം പറഞ്ഞാൽ സ്ത്രീത്വത്തെ നശിപ്പിക്കലാണ്. പക്ഷേ അത് ഈ ഫെർട്ടൈൽ പീരിയഡും ഫെർട്ടിലിറ്റിയും ഒക്കെ ഇല്ലാതാക്കി അൺനാച്ചുറലാക്കി മാറ്റി നശിക്കലിനാണ്. നമ്മുടെ ചെവിക്ക് കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ അവരുടെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കയറ്റി നമ്മളെ അബ്നോർമലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതെന്തും ആയിക്കോട്ടെ, കുറെ പേരൊക്കെ അതിൻ്റെ അത് വീഴും. നമ്മളൊക്കെ എത്ര പറഞ്ഞാലും ഒരുപക്ഷെ എല്ലാവരെയും ഒന്നും രക്ഷിക്കാൻ നമുക്ക് പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷേ നമ്മൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ വരുന്ന കാലഘട്ടത്തിൽ ഈ മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ വളരെ സുപ്രധാനമായ നിലപാടുകൾ സ്വീകരിക്കാനും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാനുമുള്ള ബാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. അതിന് നമ്മളെ ശ്രമിക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് റെഡിയാകണമെന്ന് കൂടി നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് കാലഘട്ടത്തിൽ വളരെ റെയറായിട്ട് മാത്രം നടക്കുന്ന ഒരു ഇതാണ്. പണ്ട് അദീന എന്നുള്ള ഈ ഗ്രീസിലെ ഒരു രാജ്ഞിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദീനയുടെ യുദ്ധവും വാർഫെയർ ഒക്കെ നമ്മൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ബാക്കി വെച്ചിരിക്കുന്ന അദീന എന്ന് പറഞ്ഞ ഗ്രീസിന്റെ ക്യാപിറ്റലുള്ള ഏതൻസിന്റെ പേര് തന്നെ വന്നത് അദീന എന്ന അന്ന് അവിടെ യുദ്ധം ചെയ്ത് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീ കഥാപാത്രമല്ല, ഒരു സ്ത്രീത്വത്തിന്റെ മഹത്വം വെച്ചാണ് ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിന് അദീനയുടെ പേരിലാണ് ഏതൻസ് പേര് തന്നെ വന്നത്. അപ്പൊ അതുപോലെ സമാനമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇതൊരു ലോകയുദ്ധം തന്നെയാണ്. സൈലന്റ് ആയിട്ട് ചതിയിലൂടെ അവർ തുടങ്ങി, ചതിയിലൂടെ ലോകജനതയെ കീഴ്പ്പെടുത്തി അടിമപ്പെടുത്തി അവരുടെ പരിപൂർണ നിയന്ത്രണത്തിൽ ജനസംഖ്യയൊക്കെ വളരെ കുറച്ച് ജനങ്ങളെ എല്ലാം കൊന്നൊടുക്കി ഏതാനും മാനസിക രോഗിയായ ലോകത്തിന്റെ നിയന്ത്രണം വിടാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അടിമപ്പെടുത്തി ലോകത്തെ കീഴ്പ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ചില കുടുംബങ്ങളുടെ വ്യക്തികളുടെയൊക്കെ മനസാക്ഷിയില്ലാത്ത മനോരോഗികളായവരുടെ ചെയ്തികളുടെ താല്പര്യങ്ങളുടെ ഒക്കെ ബാക്കി പത്രമാണ്.
അപ്പൊ ഈ ലോകത്ത് ഇന്ന് അവരുടെ മേൽക്കോയ്മ കൊണ്ട്, ലോകത്തുള്ള അവരുടെ സമ്പന്നത കൊണ്ട്, ഡിഫൻസിലും ഈ വാർഫെയറിലൊക്കെ അവരുടെ മേൽക്കോയ്മ കൊണ്ട് ഇതിലെല്ലാം അവര് മേൽക്കോയ്മയിലിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന കാലഘട്ടത്തില് നമ്മൾ കരുതലോടെയല്ല, നമ്മൾ മനസ്സുകൊണ്ട് ഉറച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നമ്മളെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും ഉപയോഗിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ നടത്തിയത്. പല പ്രാവശ്യം ഇതേക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ എല്ലാവർക്കും ബോറാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കൂടെ സംസാരിച്ച് കുറെ പേർക്കൊക്കെ ഇതേക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവ് ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും. ഇനി ആർക്കെങ്കിലും ഇതേക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇത് കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാനും എനിക്കും താല്പര്യമുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോടും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് നിങ്ങളുടെയും അറിവുകൾ പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതേക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. നമുക്ക് കൂട്ടായ ചർച്ചയിലൂടെ നമ്മുടെ ആ യാത്ര അറിവ് ഉള്ളതും നിശ്ചയദാർഢ്യത്തോടെ ഉള്ളതും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതുമായ സുപ്രധാനമായ ഒരു കാലഘട്ടത്തിന് ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നതിനാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. ഈ ചർച്ച അതിന് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതിനായിട്ട് മോഡറേറ്ററിലോട്ട് ഞാൻ തിരികെ ഏൽപ്പിക്കുകയാണ്. ശൈല ഡോക്ടർ. ഡോക്ടറെ, എനിക്ക് തന്നെ ഉള്ളൊരു സംശയം എന്ന് പറയുന്നത്, ഇതിന്റെ കോവിഡ് വാക്സിന്റെ ഒരു സൈഡ് ഇഫക്റ്റുകൾ ഏതൊക്കെ തരത്തിലാണെന്നൊന്ന് വ്യക്തമാക്കാമോ? കോവിഡ് വാക്സിന്റെ മെയിൻ ആയിട്ട് വരുന്ന സൈഡ് എഫക്റ്റ് ഒന്ന് ഹാർട്ട്, ബ്രെയിൻ സ്ട്രോക്ക്, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്. അതുകൊണ്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ പ്രിവെന്റീവായിട്ട് നമ്മൾ തൂജ 2 ഡോസ് മെയിനായിട്ട് കൊടുക്കുമെങ്കിലും ട്രഡീഷണൽ വാക്സിന് കൊടുക്കുന്ന ഒരു പ്രിവെന്റീവ് രീതിയിൽ നമ്മൾ ഈ ഒരു വാക്സിന് പോയാൽ പോരാ. കാരണം ഒരു ട്രഡീഷണൽ വാക്സിൻ അല്ല ഇത് വാക്സിന് പേരിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ട്രഡീഷണൽ വാക്സിൻ കൊടുക്കുന്ന സൂജ, സൈലീഷ്യ അങ്ങനെയുള്ള റെഗുലർ മെഡിസിൻസ് മാത്രം പോരാ. ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീഫോമിറ്റീസ് തിരിച്ചറിഞ്ഞ് ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ എംബാം ചെയ്യും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബോഡിയിലോട്ട് ഫോർമാലിൻ കടത്തിവിട്ട് അവർ എംബാം ചെയ്ത് ഫിലിപ്പീൻസിലും ഓസ്ട്രേലിയ, ലോകത്തിന്റെ പല രാജ്യങ്ങളും വന്നിട്ട് 2-3 ആഴ്ച 2-3 മാസം വരെ വെച്ചൊക്കെ അവർ പതുക്കെ അടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ കണ്ടേക്കണ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിമോറൽ ആർട്ടറി മുറിച്ചിട്ടാണ് അതിലൂടെ ഒരു ട്യൂബിലൂടെ ഫോർമാലിൻ ശരീരത്തിന്റെ ഉള്ളിലോട്ട് കടത്തി മറ്റേ അറ്റത്തോടെ ബ്ലഡ് മൊത്തം അവർ ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞാണ് ബോഡി മൊത്തം ഫോർമാലിനിൽ അവർ എംബാം ചെയ്യുന്നത്. പണ്ടൊക്കെ അത് വളരെ ഈസി ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അവർക്ക് അതുപോലെ കോവിഡ് വാക്സിൻ എടുത്തവരിൽ നടത്താൻ പറ്റുന്നില്ല. ഈ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷമുള്ള കോംപ്ലിക്കേഷനിലൂടെ മരിക്കുന്നവരുടെ ശരീരത്തിന്റെ ഉള്ളില് വളരെ സ്ട്രിഞ്ചി ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ട്സ് ആണ്. സ്ട്രിഞ്ചി കാരണം ഈ നാനോ പാർട്ടിക്കിൾസ് നമ്മുടെ ബോഡി കിടന്നിട്ട് അത് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത് ഒരു മാഗ്നറ്റിക് സ്ട്രിങ് ഫോം ചെയ്തിട്ട് അതാണ് അവര് ഒരു നാനോ മെഷീനായിട്ട് കൺവേർട്ട് ചെയ്ത് 5Gയും 6Gയും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ആ സ്ട്രിങ്സ് ഒരു ബ്ലഡും കൂടെ അതിൻ്റെ അകത്ത് ക്ലോട്ട് ചെയ്ത് ഒരു ക്ലോട്ടായിട്ട് ക്ലോട്ട് ഓഫ് സ്ട്രിങ് ക്ലോട്ട്സ് അങ്ങനെ ബോഡിയിൽ ഉള്ളത് കൊണ്ട് അത് ഈ എംബാം പ്രോസസ്സിന് ഭയങ്കര ഒബ്സ്ട്രക്ഷൻ ഉണ്ടതായിട്ട് ഒത്തിരി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ മെയിനായിട്ട് ബാധിക്കുന്ന കാർഡിയാക് അറ്റാക്ക്, അത് ബ്ലോക്ക് കൊണ്ടാണ്, രക്തം കട്ട പിടിച്ചിട്ടാണ്, പെരികാർഡൈറ്റിസും കാർഡൈറ്റിസും അതുപോലെ തന്നെ സ്ട്രോക്ക്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അതെല്ലാം അവരുടെ ഈ ഫാക്ട് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഓരോ പുതിയ വാക്സിൻ വരുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വ്യത്യസ്തമാകാം. ഒരെണ്ണം പറഞ്ഞപ്പോൾ അവർ അതല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടി വേറൊരു വാക്സിൻ കൊണ്ടുവരും. പുതിയ ജനറേഷൻ വാക്സിൻസ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതല്ല, മനുഷ്യനെ അപായപ്പെടുത്തുക, ഹാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഓരോ വാക്സിന് വരുമ്പോഴും അത് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ അത് നമുക്ക് വീണ്ടും ഒബ്സർവ് ചെയ്തിട്ട് വേണം പറയാം. നമ്മളിപ്പോൾ പറയുന്നത് ഇനി അടുത്ത വാക്സിന് വേറെ ഒന്നായിരിക്കും. ഏതായാലും ഇനിയുള്ള കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മുടെ റാബീസ് വാക്സിൻ ഉൾപ്പെടെ, പണ്ടൊക്കെ റാബീസ് പട്ടി കടിച്ച വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുത്തവരിലൊക്കെ ചിലപ്പോഴെങ്കിലും റാബീസ് വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ റാബീസ് വാക്സിൻ എടുത്തവരിലൊക്കെ റാബീസ് വരുന്നത് കോമൺ ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന വാക്സിനുകളാണോ ഇതെന്നുള്ള സന്ദേഹം നമ്മൾ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എത്രയോ പേര്, ഞാൻ അറിയാവുന്നവരെ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടേക്കുന്ന എത്രയോ പേർക്ക് വാക്സിൻ എടുത്തവരിൽ റാബീസ് വന്നിരിക്കുന്നു, മൃഗങ്ങളിൽ ഉൾപ്പെടെ. അവിടെയും നമുക്കൊരു ഹോപ്പുള്ളത് ഹോമിയോ മരുന്നുകൊണ്ട് ഈ വാക്സിനെ നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിക്കേഷനെയും അല്ലെങ്കിൽ ഈ റാബിസിനെ തന്നെ ക്യൂർ ചെയ്ത് ഒരു പശുവിന് റാബിസ് വന്നിട്ട് അതിനെ ഹോമിയോ മരുന്ന് ഉപയോഗിച്ച് കംപ്ലീറ്റ് ഹീലിംഗ് നടത്തിയ ഒരു ഹിസ്റ്ററി തന്നെ നമ്മുടെ മുന്നിൽ ഫുൾ വീഡിയോയാണ്. ഇതൊക്കെ നമുക്ക് ആശ നൽകുന്നതാണ്. ഇതൊക്കെ ഹോമിയോ ഡോക്ടർമാരായ നമ്മൾ ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് വരും കാലത്ത് പ്രതിജ്ഞാബദ്ധരായിട്ട് പ്രവർത്തിക്കാൻ ബാധ്യത നൽകുന്ന, ഉത്തരവാദിത്വം നൽകുന്ന, വലിയ ഉത്തരവാദിത്വബോധത്തോടെ പ്രവർത്തിക്കേണ്ട ഒരു ഭാരിച്ച ഫ്യൂച്ചറാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. ഡോക്ടറെ, എന്തായാലും എന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി തന്നെ ഡോക്ടർ തന്നു. ഇനി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടുതൽ വ്യക്തത ഏതെങ്കിലും വിഷയത്തിൽ, ഈ വാക്സിന്റെ വിഷയത്തിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റുള്ളവർക്കെല്ലാം ഡോക്ടറുമായിട്ട് ആശയവിനിമയം നടത്താം. ഓരോരുത്തരായി ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറയാനുള്ള വേദി കൂടിയായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള ധാരണകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക. നമ്മൾ പതിവായിട്ട് ഷാജി കുടിയേറ്റ ഡോക്ടർ പറഞ്ഞത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തുണ്ടെങ്കിലും ചർച്ച ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ളവർ മുമ്പോട്ട് വരണം. സമയം ഇഷ്ടം പോലെ ഉണ്ട്, അരമണിക്കൂറോളം സമയം ഉണ്ട്. കോവിഡ് വാക്സിനുമായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്കും ദയവായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാത്തിനും ഈ ഒരു അവസരം വിനിയോഗിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ പി കെ സുരേഷ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. ഞാനേ ആദ്യം എൻ്റെ ഒരു സംശയം, ഒരു കേസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുക. എനിക്കതിന് ഒന്ന്, ഈ പേഷ്യന്റ് അമേരിക്കയിലാണ്, 24-25 വയസ്സുണ്ട്, പയ്യനാണ്. വാക്സിൻ എടുത്തതിന് ശേഷമാണ്. ഇയാളുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ, അയാൾക്ക് ഭയങ്കര ഭയമാണ്. രണ്ടാമത് ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലാണ്. അയാൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എവിടെങ്കിലും ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഹാർട്ട് ബീറ്റ് കൂടുക, തല കറങ്ങുന്ന പോലെ തോന്നുക. അപ്പൊ അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ പോയി അവിടെ കാണിച്ചു. അയാളുടെ ബ്ലഡ് നോക്കിയിട്ട് മഗ്നീഷ്യം കൂടുതലാണെന്ന്, സോഡിയം പൊട്ടാസ്യം, സോഡിയം ലെവലിന് വ്യത്യാസമുണ്ട്, പിന്നെ മഗ്നീഷ്യം. പക്ഷെ ബ്ലഡ് ടെസ്റ്റിനകത്ത് മഗ്നീഷ്യം കുറവൊന്നും കാണിക്കുന്നില്ലെങ്കിൽ അവർ മഗ്നീഷ്യമാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഗ്നീഷ്യം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് ഇയാൾക്ക് ശ്വാസമുട്ടലുണ്ട്. ഇയാളുടെ അടുത്ത ഒരു സിംറ്റംസ് ശ്വാസമുട്ടൽ. ഈ മഗ്നീഷ്യം കൊടുക്കുമ്പോൾ ശ്വാസമുട്ടൽ കുറയുന്നുണ്ട്. ആ പാടെ അവരെല്ലാം ഭയങ്കര പാനിക്കാണ്. ഏറ്റവും കൂടുതൽ ഫിയറാണ്, ഭയങ്കര പേടിയാണ്.
ഈ പയ്യൻ വെളിയിലേക്ക് ഇറങ്ങത്തില്ല, നടക്കത്തില്ല, നടന്നു കഴിഞ്ഞാൽ ഇവന് നെഞ്ചിടിക്കുക, ഇരിക്കുക, അങ്ങനെ ഭയങ്കര വിഷയമാണ്. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ നാട്ടിൽ അവരെ എല്ലാം അവരുടെ ഫാമിലി എല്ലാം എൻ്റെ ഒരു കൺസൾട്ടേഷൻ ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ മാസത്തെ സംഭവമാണ് ഈ പറയുന്നത്. കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തയച്ച മരുന്ന് ഫോസ്ഫറസ് 1 ഡോസ് കൊടുത്തു. അതിൻ്റെ കൂടെ സിലിഷ 200 കൊടുത്തയച്ചു. പിന്നെ അതുകൂടാതെ നേട്രം സൾഫ് 3x കൊടുത്തയച്ചു. നേട്രം മൂർ 3x കൊടുത്തയച്ചു. അതുകൂടാതെ കോലിയസ് ആരോമാറ്റിക്കസ് എന്ന് പറയുന്ന ടിഞ്ചറാണ്. ഞാൻ സാധാരണ സോഡിയം പൊട്ടാസ്യം ലെവൽ താഴ്ന്ന കേസുകളിൽ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ അതിനകത്ത് ഭയങ്കര എഫക്റ്റും കിട്ടാറുണ്ട്. ഞാൻ ഇങ്ങനെ കൊടുത്തയച്ചു. പക്ഷെ പയ്യന് ഭയങ്കര റിലീഫാണ്. പക്ഷെ ഇപ്പോഴും ഈ ശ്വാസം മുട്ടലുണ്ട്. അത് ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ്. ഈ 4-5 ദിവസത്തിനകത്ത് ഞാൻ വീണ്ടും മെഡിസിൻ, 1 മാസത്തേക്കുള്ള മെഡിസിനും കൂടെ തന്നയക്കണമെന്നും പറഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്ന അയാളുടെ സിംറ്റംസ് അനുസരിച്ച് ഗിലൻബാരി സിൻഡ്രോമിൻ്റെ ഒരു ലക്ഷണങ്ങളെല്ലാം കാണിക്കും. GBSന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ GBSന് ഒരു പ്രോപ്പർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ GBS ആണ് ഞാൻ ഇവിടെ നിന്ന് ഊഹിക്കുകയാണ്. മാത്രമല്ല GBS എന്ന് പറയുന്നത് എപ്പോഴും അക്യൂട്ടായിട്ടാണല്ലോ ഉണ്ടാകുന്നത്. ഇത്രയും ഏകദേശം ഒരു 6 മാസത്തോളം ഇപ്പോൾ ഇയാൾക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ലോങ് ടൈമിൽ GBS വരാനുള്ളൊരു സാധ്യത കുറവാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അവിടെ പക്ഷേ ഇതിന് ഈ സംഗതി അമേരിക്കയിലാണ്. അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും കഴിയില്ല. എല്ലാം അവിടെ ഈ ഇൻഷുറൻസും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സജഷനൊന്നും ഇവിടെ പറയാനൊന്നും പറ്റില്ല. അവർ ഈ തരത്തിലുള്ള ടെസ്റ്റുകളിലേക്കൊന്നും പോകാറുമില്ല പെട്ടെന്ന്. അപ്പം അങ്ങനത്തെ കണ്ടീഷൻ. അതുകൊണ്ട് നമ്മുടെ മരുന്നിനെ ആശ്രയിച്ച് നിൽക്കുക. ഞാൻ എന്ത് കൊടുത്താലും അവരത് കൊണ്ടുപോകാൻ തയ്യാറായിട്ടാണ്. അവർക്കതിൽ വലിയ വിശ്വാസമാണ്. പക്ഷെ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇങ്ങനെ പകച്ച് നിൽക്കുന്ന ഒരു അവസരമുണ്ട്. അപ്പം എന്തെങ്കിലും അതിനൊരു സജഷൻ എന്തെങ്കിലും ഇവിടെ നിർത്തിയിരിക്കുന്ന ഡോക്ടേഴ്സിന് പറയാനുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് കേൾക്കുകയും കൂടെ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ഒന്ന് അതാണ് നമ്പർ 1. പിന്നെ അടുത്ത എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എന്തോ പറഞ്ഞോ ഡോക്ടർ, പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അതിന് ഒരു സജഷൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഫസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒന്ന് അക്കോണൈറ്റ് 200. ഞാൻ പോസിബിൾ ആയിട്ടുള്ള എൻ്റെ മനസ്സിൽ വരുന്ന മെഡിസിൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. പോസിബിൾ ആയിട്ടുള്ള മെഡിസിൻസ് അക്കോണൈറ്റ്, ആങ്സൈറ്റി ആണ് ഫണ്ടമെന്റൽ റീസൺ. ഓവർ ആങ്സൈറ്റി ആണ്. പിന്നെ ഈ പേഷ്യന്റ് ആഴ്സനിക് ആൽബ് കഴിച്ചിട്ടുണ്ടോ എന്നറിയോ? ഇല്ല, കഴിച്ചിട്ടില്ല. അപ്പൊ ആഴ്സനിക് ആൽബ് കൊടുക്കാവുന്നതാണ്, ട്രൈ ചെയ്യാവുന്നതാണ് ഇൻഫ്രീക്വന്റ് ഡോസിലായിട്ട്. പിന്നെ ഈ കാർഡിയാക്ക് ശ്വാസം മുട്ട് കൂടെ, ഇപ്പൊ ഈ ആങ്സൈറ്റി കൊണ്ട് തന്നെ ശ്വാസം മുട്ട് വരാം, ഓവർ കൺസ്ട്രിക്ഷൻ വന്നിട്ട്. പിന്നെ ഈ ക്ലോട്ടിംഗ് ഒക്കെ വരുന്ന കേസുകളിൽ ഇപ്പോൾ ഒരാൾ മെസ്സേജ് ഇട്ട് ചോദിച്ചു നമുക്ക് എന്ത് പ്രിവെന്റീവ് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ ആന്റി വാക്സിനേഷൻ മെഡിസിൻസിന്റെ കൂടാതെ ഞാൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോക്കസ് സെറ്റൈവയാണ്. അതുപോലെ തന്നെ ബോത്രോപ്സ്. ഈ 2 മെഡിസിൻസും 200 പൊട്ടൻസിയും 30 പൊട്ടൻസിയും റെസ്പെക്റ്റീവ്ലി നമുക്ക് കൊടുക്കാം. അപ്പം ഞാൻ കൊടുക്കുന്നത് ആദ്യത്തെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറയുക. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓരോ ഡോസ് വീതം ഓരോ ആഴ്ചയിൽ ഓരോ മെഡിസിൻസ് കഴിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇൻഫ്രീക്വന്റ് ഡോസസ് ആയിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മെഡിസിൻ ഏതെങ്കിലും പ്രത്യേകം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ജുഡീഷ്യസ് മാനേജ്മെന്റ് ആണ് വേണ്ടത്. ഒന്നുപോലെ പൂജ, സൈലീഷ്യ, അതുപോലെ തന്നെയുള്ള സൾഫർ, അത് ജുഡീഷ്യസ് ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ കേസിൽ അക്കോണൈറ്റ്, ആഴ്സാൽബൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ മാക്പോസ് ഈസ് എ വെരി ഗുഡ് റിലാക്സന്റ്, ഫിസിക്കൽ ആൻഡ് മെന്റൽ റിലാക്സന്റ് ആണ് മാക്പോസ്. അതുകൊണ്ടാണ് അവർ മാഗ്നീഷ്യം അതൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ക്യാൻസർ കേസുകളിലൊക്കെ ഭയങ്കര ആങ്സൈറ്റി കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത രോഗികൾക്ക് സിമ്പിളായിട്ട് ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് മാക്പോസ് 6X. എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഈ ക്യാൻസർ രോഗികളിൽ ഉറങ്ങാൻ പറ്റാത്തവരിലൊക്കെ ഓവർ ആങ്സൈറ്റി ആയിട്ട് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടി വരും. എന്നെ ഈസി ആയിട്ട് ഒത്തിരി പേരിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് മാക്പോസ് 6X. ഇറ്റ് ഈസ് എ മെന്റൽ ആൻഡ് ഫിസിക്കൽ റിലാക്സന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവര്
മാഗ്നീഷ്യം കൊടുക്കുന്നത്. മാഗ്നീഷ്യം ബയോളജിക്കലി നോർമൽ ആണെങ്കിലും ഇറ്റ് ഹാസ് എ ഡൈനാമിക് ഇമ്പാക്ട് ഓഫ് നമ്മുടെ MAC4/6 ക്യാൻ ഡു ഇൻ റിലാക്സിങ് ദ മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്ലെയിൻ ഓഫ് പേഷ്യന്റ്, റിലീവിങ് ആ ശ്വാസം മുട്ടൊക്കെ വരുന്നത് ആങ്സൈറ്റി കൊണ്ട് മൊത്തം ബോഡി കൺസ്ട്രിക്ഷൻ ആകുമ്പോഴാണ്. ഓക്കെ. ഒരു 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 ആരോ അബ്രാഹം മാത്യു എന്ന് പറഞ്ഞ ഡോക്ടർ ആന്ത്രാസിനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ആന്ത്രാസിനം. അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഉള്ളവര് ഞാൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ക്രോക്കസ് സെറ്റൈവം ബോത്രോപ്പിക് അതർ ദാൻ സൈലീഷ്യ ആൻഡ് കോൺവെൻഷണൽ മെഡിസിൻ ഇനി ആർക്കെങ്കിലും അതേക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടെങ്കിൽ സുരേഷ് ഡോക്ടറുമായിട്ട് പങ്കുവയ്ക്കാൻ ഈ അവസരം ഉപയോഗിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു. അതെ, ആർക്കെങ്കിലും സുരേഷ് ഡോക്ടർക്ക് എന്തോ ഡോക്ടറുടെ പറയാനുള്ളത് കേസിന് പറഞ്ഞു. ഷായി ഡോക്ടറെ, ഞാനിപ്പം മാക്ഫോസ് ഞാൻ ഓൾറെഡി ഇപ്പം ഞാനിപ്പം ഈ 3-4 ദിവസത്തേക്കകത്ത് ഞാൻ വീണ്ടും മരുന്ന് കൊടുത്തയക്കണം. അതിനകത്ത് ഞാൻ മാക്ഫോസ് ആഡ് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി. മാക്ഫോസ് ഉണ്ട്. എനിക്ക് അവിടം വരെ ഒന്നും എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് എങ്ങനെയാ അത് കൊണ്ടുപോകേണ്ടത്? ഒന്നാമത്തെ പേഷ്യന്റിനെ ഞാൻ കാണുന്നില്ലല്ലോ. ഡോക്ടറെ ഒരു സ്മിത്ത് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തു. ഓ, ആയിക്കോട്ടെ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സൂര്യ ഡോക്ടറാണേ. ഡോക്ടറുടെ പേരൊന്ന് മാറ്റി അടിച്ചാൽ കൊള്ളാം. അത് ശരി. സൂര്യ ഡോക്ടറാണ്. ഡോക്ടറെ, അതെ, ആ. ശ്വാസം മുട്ടലിന് കൊടുക്കാറുണ്ട് സാധാരണ. ഭയങ്കരമായിട്ട് വരുമ്പോഴ് ചൂട് വെള്ളത്തിൽ പൊടിച്ചിട്ട് കൊടുക്കും, കലക്കി കൊടുക്കാറുണ്ട്. വിതിൻ നോ ടൈം അത് റിലീഫ് കിട്ടുന്ന ഒരു കേസാണ് മാക്ഫോസ് അല്ലേ? ശ്വാസം മുട്ടലിന് കൊടുക്കുന്നുണ്ട് സാധാരണ. ആസ്മ കേസിനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് റിലീഫും കിട്ടുന്നുണ്ട്. അതിന്റെ റെപ്പറ്റേഷൻ എങ്ങനെയാ? എത്ര സമയം വെച്ചാ? 10 മിനിറ്റ്സ് കൂടുമ്പോഴത്തേക്കും കൊടുത്താൽ ഫസ്റ്റ് ടൈം തന്നെ നല്ല റിലീഫ് കിട്ടും. ഉടനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കൊടുത്താൽ അറ്റ് എ ടൈം എത്രയാണോ കൊടുക്കേണ്ടത്? അറ്റ് എ ടൈം എത്ര എണ്ണം കൊടുക്കണം? ഞാൻ 3 എണ്ണം വെച്ചാണ് കൊടുക്കുന്നത്. 3 1 ഗ്രെയിൻ ടാബ്ലറ്റ് വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. സൂര്യ ഡോക്ടർ പറയുന്നത് ക്ലിയർ ആവുന്നില്ലല്ലോ, റേഞ്ച് ഇല്ലെന്ന്. സുരേഷ് ഡോക്ടറെ, ഈ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പറഞ്ഞത് റെസ്പിറേറ്ററി ആണെന്ന് ഉറപ്പാണോ? അതെ ശ്വാസം മുട്ടുകയാണ്. ആളിന് ശ്വാസം മുട്ടുകയാണ്. ജനറലി ആള് വീക്കാണ്. ജനറലി ഭയങ്കര വീക്ക്നെസ് ആണ്. ഫീവർ ഉണ്ടോ? ഫീവർ ഇല്ലെങ്കിൽ ആങ്സൈറ്റി കൊണ്ടാണെന്ന് ഉറപ്പല്ലേ? ഇപ്പൊ നമുക്ക് ശ്വാസം മുട്ട് വരുന്നത് ഒന്ന് ഇൻഫ്ലമേറ്ററി പ്രോസസ് വഴിയാണ്. ഇനി ദർ ഈസ് ആൻ ഇൻഫ്ലമേഷൻ, ദർ വിൽ ബി ഫീവർ. ഫീവർ ഇല്ലെങ്കിൽ പിന്നെ ആ ടൈറ്റ്നെസ് ഓഫ് ദ മൈൻഡ് ആണ്, ആങ്സൈറ്റി ആണ് മോസ്റ്റ് കോമൺ. അപ്പൊ ഫീവർ ഇല്ലാത്ത ശ്വാസം മുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഓഫ് ഓവർ ആങ്സൈറ്റി കൊണ്ട് തന്നെയാണ് വരാൻ സാധ്യത. അപ്പൊ നമ്മുടെ അക്കോണൈറ്റ്, ആൾസാൽബ് ഒക്കെ പിന്നെ അതിന്റെ കോംപ്ലിക്കേറ്റഡ് ഫോമിൽ കാർഡിയാക് ആസ്മയൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അത് കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം സിസ്റ്റം കൊളാപ്സ് ആകുമ്പോൾ കൂടുതലും. ഡോക്ടർ, ഞാൻ ഒക്കെ മനസ്സിൽ വരുന്നു. ഓ, ഏതാണ് ആഴ്സനിക് ആൽബ് 30 വീക്കാണെന്ന് പറഞ്ഞില്ലേ? ഓ, തീർച്ചയായും. ഞാൻ ആദ്യമേ കൊടുത്തിരുന്ന ഡോക്ടറെ ഫോസ്ഫറസ്, പിന്നെ കൊലിയസ് ആരോമാറ്റിക്കസ്, പിന്നെ എക്കിനീഷ്യ, ആർണിക്ക, ഈ 3 എണ്ണം കൊടുത്തത്. അതായത് ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ പോകാന്നൊരു വശത്തിലും കൂടെ അങ്ങനെ എക്കിനീഷ്യ അപ്ലൈ ചെയ്യാൻ കാര്യം. എനിവേ ആ മെഡിസിൻ കൊടുത്തതോടുകൂടി പുള്ളിക്ക് ഭയങ്കര റിലീഫാണ്. പക്ഷെങ്കിൽ ഈ ശ്വാസം മുട്ടൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ബാക്കി എന്താ ഇനി ചെയ്യേണ്ടതെന്നുള്ള അതിലാണ് ഇപ്പൊ എന്നെ വീണ്ടും അവര് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റുമായിട്ട് സംസാരിച്ച് ഫിയർ ഒന്ന് നള്ളിഫൈ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും കൂടെ കൊടുക്കണം. അപ്പൊ ഈ മീഡിയ മൊത്തത്തിൽ ഇതുമാതിരി ഭീതിപ്പെടുത്തുന്ന വാർത്തകളൊക്കെ വന്ന് അങ്ങോട്ട് വല്ലാണ്ട് പേടിച്ച് 2 തരത്തിലുണ്ട്. കോവിഡ് ഇതുമാതിരിയുള്ള വൈറസ് വരുമെന്നുള്ള വൈറസിന് ട്രീറ്റ്മെന്റ് ഇല്ലാത്തവർ കൊടുക്കുന്ന ഭീതി, അതോടൊപ്പം തന്നെ വാക്സിൻ എടുത്തവരിൽ വാക്സിൻ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻ വരുന്നു, അതിനൊന്നും ചെയ്യാനില്ല എന്നുള്ള ഭീതി. ഈ 2 തരത്തിലും ഇത് എടുത്തവരെ, ലോകത്തിലെ സാധാരണ ജനങ്ങളെ വല്ലാണ്ട് നീറിക്കുകയാണ്. അപ്പൊ അത് അവരുടെ സംസാരിച്ച് അവർക്കൊരു കംഫർട്ട് സോണിൽ അവരുടെ മെന്റൽ പ്ലെയിനിൽ എത്തിക്കാനും നമുക്ക് സാധിക്കും. ഡോക്ടർ, ഞാനത് ചോദിച്ചപ്പോൾ എന്നോട് പറയുന്നത് പുള്ളിക്ക് സൗണ്ട് കേൾക്കുന്ന പേടിയാണ്, ഇരുട്ട് പേടിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒച്ചത്തിലായിരുന്നു സംസാരിച്ചാൽ മതി, പേടിയാണ്. അത് ഇതേയുള്ള പേടിയെ കുറിച്ച് പറയുന്നു. അത്രയ്ക്ക് പേടിയാണ്, ഭയങ്കര സെൻസിറ്റീവാണ്. അമോണിയം ക്യാൻ ബി തോട്ട് ഓഫ്.
Yeah. ഫിയർ ആൻഡ് ആങ്സൈറ്റി അർജന്റ് നൈട്രിക്കം Yeah. അതെ, പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് ഇട്ടിട്ടുണ്ട്. Okay. സൂര്യ ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സൂര്യ ഡോക്ടറെ. മാഡം അതെ ഡോക്ടറെ, ആ, ആ. നമുക്കൊരു പാലിയേഷൻ ആണ്. കാരണം ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടുന്നതാണ് MAG466-ന്. എത്ര നല്ല ശ്വാസം മുട്ടലിന് സാധാരണ കൊടുക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറ് ഒരു 2-3 പ്രാവശ്യം കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നല്ല റിലീഫ് കിട്ടാറുണ്ട്. Okay. SOS ആയിട്ട് കൊടുക്കുന്നതാണ് സാധാരണ. അത് മാഗ്പോസിന്റെ കൂടെ എന്തെങ്കിലും അഡീഷൻസ്? പിന്നെ നമ്മൾ സാധാ കൊടുക്കുന്ന മെഡിസിൻ ഏതാന്ന് വെച്ചാല് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു ഹൈക്ക് വന്നാല് ഇത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കുറയുന്നുണ്ട്. Okay. Thank you. സുരേഷ് ഡോക്ടർ, ഇതല്ലാതെ വേറെ എന്താ ഏതോ ഒരു സംശയം കൂടെ പറയാൻ വന്നില്ലേ? എന്തെങ്കിലും വാക്സിനെ കുറിച്ചാണോ? ഞാൻ വാക്സിനെ കുറിച്ച് അതിനുശേഷമുള്ള അഭിപ്രായങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഡോക്ടറുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ആക്ച്വലി ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളിതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ഒരു പിന്നെ ആ ഒരു പാൻഡമിക്കിന്റെ ടൈമില് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു നിയമം മൂലം തടയുകയാണല്ലോ ചെയ്യുന്നത്. നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഒരു ഗുണമുള്ളത് ഇപ്പോഴും ആൾക്കാരൊക്കെ ഹോമിയോപ്പതിയിലും ഒക്കെ ഭയങ്കരമായ ഫെയ്ത്തോടു കൂടി അവർ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരൊക്കെ പലരും അലോപ്പതിക് വാക്സിൻ പോയി എടുക്കേണ്ടി വന്നു. കാരണം പലപ്പോഴും നിയമത്തിന്റെ അണ്ടറിലേക്ക് വന്നപ്പോഴത്തേക്കിന് നിർബന്ധമായി അവർക്ക് ഇപ്പൊ കടകളിൽ പോകണമെങ്കിൽ വാക്സിൻ എടുത്തിരിക്കണം, ജോലിക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വാക്സിൻ എടുത്തിരിക്കണം. ഇങ്ങനെ സുപ്രീം കോർട്ടിന്റെ വിധി വരെ മേടിച്ചുകൊണ്ടാണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിന് അവർക്ക് പോലും ഇപ്പൊ ജെന്യൂനായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകൾ വരുവാണ്. അവിടെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ഇങ്ങനെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പിന്മാറാതെ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കാരിൽ ഈ ഒരു ഇത് കൊടുക്കുക, അവയർനെസ് കൊടുത്ത് ആൾക്കാരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് കവിഞ്ഞ് ധാരാളം ആൾക്കാർ വാക്സിനെതിരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവരതിന്റെ തിക്തഫലങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും അവർക്കറിയാം. ഓഫീസിൽ പോകണമെങ്കിൽ വാക്സിൻ ഇല്ലെങ്കിൽ ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അവരെടുത്തു പോയി. ഭാര്യയും ഭർത്താവും ഒക്കെ പോയി എടുത്തിട്ട് അവസാനം ഇപ്പം അവരതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനിപ്പം അമേരിക്കയിലെ പറഞ്ഞ കേസൊക്കെ അങ്ങനെ തന്നെയാണ്. അവർക്കൊന്നും വാക്സിൻ ഇഷ്ടമുള്ളവരല്ല, പക്ഷെ എടുക്കേണ്ടി വന്നു. അവിടെയാണ് നമ്മൾ ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് എടുത്ത് നമ്മൾ സ്വയം പ്രതിരോധിക്കുന്നതിനുള്ള ഒരു ശാക്തീകരണത്തിലോട്ട് മാറേണ്ട ഒരു സ്ഥിതിവിശേഷം ലോകത്ത് വന്നു ചേർന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത്. നമുക്ക് ഇനിയുള്ള സമാനതകളില്ലാത്ത ഒരു രീതിയിലോട്ട് ഇതുവരെയുള്ള ആ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളും സമരരീതികളും ഒക്കെ മാറ്റി നമ്മൾ കളക്റ്റീവായിട്ട് പലതും. സൂര്യ ഡോക്ടർ 2 സിസ്റ്റത്തിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഒരു സിസ്റ്റം ഓഫാക്കും സൂര്യ ഡോക്ടർ. അപ്പോ അതുമാതിരിയുള്ള കാലഘട്ടത്തിലോട്ട് നമ്മൾ വരും കാലത്ത് മാറേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനൊക്കെ നമുക്ക് നമ്മൾ തന്നെ കളക്റ്റീവായിട്ട് ആഗോള തലത്തിൽ തന്നെ സംഘടിതരാകേണ്ടതും നമ്മളിൽ പറ്റുന്ന രീതിയിലുള്ള റെസിസ്റ്റൻസ്. ഇപ്പൊ ഞാൻ 2 വർഷം ഫിലിപ്പീൻസിൽ പോകാതെ ഇരുന്നിട്ടാണ് ഞാനിപ്പോ എനിക്ക് പോകാൻ പറ്റിയത് വാക്സിൻ എടുക്കാതെ. അതെ. അപ്പൊ ഇതുമാതിരിയുള്ള ചില ത്യാഗങ്ങളൊക്കെ നമ്മൾ കഴിക്കേണ്ടി വരും. കാരണം നമ്മൾ എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ താൽക്കാലികം. അതുപോലെ തന്നെ നമ്മൾ ഇനി കൃഷി സ്വന്തമായിട്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു ഉള്ള സ്ഥലത്ത്. കാരണം നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് ഭക്ഷണം കോഴിനെ വളർത്തണം, അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്തണം. നമുക്ക് ഭക്ഷണം സ്വയം ഉണ്ടാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാക്കണം. കാരണം നമ്മളെ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയിലോട്ട് ലോകത്തെ അവർ മാറ്റി. അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മളിതെല്ലാം സ്വയം ആർജിക്കുന്ന ഒരു സുവിശേഷത്തിലോട്ട് നമ്മൾ മാറണം. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ തന്നെ നമുക്ക് ജീവിതമാർഗങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു ജീവിത മാർഗത്തിലോട്ട് നമ്മൾ ഇനി മാറിയാലേ നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ആ ലെവലിലോട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ജോലി ചെയ്ത് ശമ്പളം ഉണ്ടാക്കി അടിമയാകി മരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറുവാണ്. അപ്പൊ വലിയൊരു ന്യൂ ചേഞ്ച് ലോകത്ത് വരേണ്ടതുണ്ട്. അതെ. അപ്പൊ അത് നമ്മൾ സ്വയം ആർജിതരാകുക. അപ്പൊ നമ്മൾ അതിന് മറ്റുള്ളവരെ ബോധ്യപ്പെടാനും നമ്മൾ തന്നെ അതിലോട്ട് മാറാനൊക്കെ നമ്മൾ റെഡിയാകണം. നമ്മൾ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ കോഴി, ആട്, പശു ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇന്നൊന്നുമില്ല. നമ്മളെല്ലാം
ആയി. അപ്പൊ അവരെന്ത് ചെയ്തു? ഇപ്പൊ പാൽ അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ബലമായിട്ട് ആർട്ടിഫിഷ്യൽ പാൽ വരെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വിഷം. അപ്പൊ ഇതൊക്കെ കൊടുക്കുമ്പോഴും ഇതിന്റെ അകത്ത് ഇപ്പൊ ഫോർട്ടിഫൈഡ്, മിൽമയുടെ പാലിലെല്ലാം ഫോർട്ടിഫൈഡ് ആണ് തരുന്നത്. ഈ ഫോർട്ടിഫൈഡ് ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഒറ്റ കമ്പനിയാണ് ലോകത്തുണ്ടാക്കുന്നത്, നെതർലൻഡ്സ് കമ്പനി. അവര് പറയുന്നത് അവര് ഉണ്ടാക്കി തരിക, നമ്മളത് കഴിക്കുക നിർബന്ധമായിരുന്നു. അപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ ഭക്ഷണം നിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ ബോധ്യപ്പെട്ട് മാറേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം വരും കാലങ്ങളിൽ നടക്കേണ്ട വ്യത്യാസങ്ങളാണ്. അത് ബോധ്യപ്പെടുകയും പെടുത്തുകയും ചെയ്യേണ്ടവരോട് കൂടിയാണ് നമ്മൾ. പറയൂ. ഷാജി കുടിയേറ്റ ഡോക്ടർ പറഞ്ഞ നേരത്തെ നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്റെ വീട്ടിൽ കോഴിയുണ്ട് കേട്ടോ. അല്ല, അത് വളരെ നല്ലതാണ്. എന്നെ പോലെയുള്ളവരൊക്കെ ആധുനികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പാടം ഉണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു. ഞാനോ ചെറുതായിരുന്നപ്പോ കൃഷി, ഇപ്പൊ അതൊന്നും നോക്കാൻ നമ്മള് വിദ്യാസമ്പന്നരായി ഇതൊക്കെ മാറി. നമ്മളൊന്നും പറ്റുന്നില്ലാത്ത അവസ്ഥയിലോട്ട് മാറി. പക്ഷെ ഇതൊക്കെ തിരിച്ചെടുത്ത് എന്നാലേ നമുക്ക് സ്വയം നെല്ലുൽപാദിപ്പിച്ച് നമുക്ക് സ്വയം നിൽക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലോട്ട് നമുക്ക് വരാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡിന്റെ അകത്തും ഫോർട്ടിഫൈഡ് ആക്കിയിരിക്കുന്നുണ്ട്. മില്ലുകാരെ അവർ സ്വാധീനിച്ച് അവര് നമ്മൾ കൊടുക്കുന്ന അരി പൊടിച്ച് അതിൻ്റെ അകത്ത് ഈ കെമിക്കൽ ചേർത്ത് അവർ തരുന്ന മെഷീനിലൂടെ നമ്മൾ കഴിക്കുന്ന അതേ അരി പോലെയുള്ള അരി ഉണ്ടാക്കിയാണ് നമുക്ക് തരുന്നത്. എന്തിനാണ് ഈ പാട് കഴിക്കുന്നത്? ഇത് അരി പോലെ നമ്മളെ ഫേക്കായിട്ട് ഈ അരി തരുമ്പോൾ തന്നെ ഇതിൻ്റെ അത് എന്തോ കാപിടിയില്ലെന്നുള്ളത് ഉറപ്പല്ലേ? കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാകത്തില്ലേ? നമ്മൾ അരി വാങ്ങുന്നത് ആ അരി ഒരു ഭാഗം പൊടിച്ച് അതിൻ്റെ അകത്ത് ഈ കെമിക്കൽ ചേർത്ത് വീണ്ടും നമ്മുടെ അതേ അരിയുടെ സാദൃശ്യമുള്ള അരിയാക്കി രൂപാന്തരപ്പെടുത്തിയാണ് നമുക്ക് തരുന്നത്. ഡോക്ടറെ, എക്സ്ക്യൂസ് മീ ഡോക്ടർ. പറയും ഡോക്ടറെ, ഞാൻ സൂര്യ ഡോക്ടർ. നേരത്തെ സ്മിത ഡോക്ടറുടെ വോയിസ് ക്ലിപ്പിലാണ് സൂര്യ ഡോക്ടറാണ് അന്നൊന്ന് പറയുന്നത്. സ്മിത ഡോക്ടറാണ് നേരത്തെ സംസാരിച്ചത്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്റെ ഹസ്ബൻഡിന് കോവിഡ് വാക്സിനേഷൻ, സെക്കൻഡ് വാക്സിനേഷൻ എടുത്ത ശേഷം ഒരു 1 month കഴിഞ്ഞപ്പോ ഫ്രം മൗത്ത് ടു ഏനസ് കംപ്ലീറ്റ്ലി ഇൻഫ്ലമേഷൻ ആയി. ഞാൻ എല്ലാ ദിവസവും ചെറിയ സിസേഴ്സ് വെച്ച് ഇങ്ങനെ വായിക്കാത്തുള്ള ലെയർ ആയിട്ട്, ഇത്രയും ലെയറായിട്ട് വായിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തന്നെ അതിശയമായിരുന്നു. അത്ര ലെയറായിട്ട് സ്കിൻ പീൽ ചെയ്ത് പോകുമായിരുന്നു. അപ്പൊ ഇവിടെ അലോപ്പതി ഡോക്ടറെയാണ് കാണിച്ചത്. അവര് 3 കോഴ്സ് ആന്റിബയോട്ടിക്സ് കഴിച്ച് ഒട്ടും കുറവില്ലാതെ പുള്ളിക്കാരൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ താ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഒരു ട്രിവാൻഡ്രത്ത് നമ്മുടെ രവിസാറിന്റെ മരുമോനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം ഡോക്ടർ സതീഷ് ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു മെക്സോൾ സിറോബാത്രി 100 ml വെള്ളത്തിനകത്ത് 3 പില്ലിട്ട് കൊടുക്കാതെ. ഞാനത് 100 ml വെള്ളത്തിന് അക്വയ്ക്കകത്ത് 3 പില്ല് മെക്സോൾ സിറോബാത്രി ഇട്ട് കൊടുത്ത് വിത്തിൻ 3-4 days അത് കംപ്ലീറ്റ്ലി ആ പീലിംഗ് അങ്ങ് നിന്നു. പീലിംഗ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഫ്ലാപ്പായിട്ടാണ് വായിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന. 18 days ഫുൾ വെറും കഞ്ഞിവെള്ളത്തിൽ മാത്രമാണ് ആ മനുഷ്യൻ ജീവിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ കോവിഡ് വാക്സിനേഷൻ സെക്കൻഡ് എടുത്തതിന്റെ ഡോസ്. പിന്നെ പി കെ സുരേഷ് ഡോക്ടർ പറഞ്ഞ കണക്ക് ആഫ്റ്റർ വാക്സിനേഷൻ ശ്വാസം മുട്ടുള്ള ഒത്തിരി പേഷ്യൻസിനെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ പേർക്കും അത് കോൺസ്റ്റിറ്റ്യൂഷനാണോ അല്ലയോ എന്നൊന്നും ആലോചിച്ചില്ല. ആസ്പിഡോസ്പെർമ ടിഞ്ചർ വിൽമഷോബ ഇന്ത്യയുടെ കൊടുത്തു. വളരെ വളരെ ക്വിക്കായിട്ട് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ നോക്കിയത്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ദാറ്റ് ഇസ് വെരി ഗ്രേറ്റ് ഇൻഫർമേഷൻ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വളരെ റിവീലിംഗ് ആണ്. കാരണം ഇവരുടെ മെഡിസിന്റെ, ഇവരുടെ ഈ വാക്സിനേഷൻ മനുഷ്യനെ കൊല്ലാനും ചതിക്കാനൊക്കെ ഉള്ള വാക്സിനേഷന്റെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനുള്ള സീക്രട്ട് നമുക്കാണ് പോസിബിൾ ആയിട്ടുള്ളത്. കാരണം അവര് ഭൗതിക തലത്തിൽ മാത്രം കിടന്നേ കളിക്കാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറം കിടന്ന് അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളവരാണ് ഹോമിയോപ്പതി ഡോക്ടർമാർ. ദാറ്റ് ഈസ് ദ സ്കോപ്പ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഹോമിയോപ്പതി. അത് നമ്മളായിട്ട് വരുത്തിയതല്ല, ദൈവമായിട്ട് അല്ലെങ്കിൽ അവരുടെ തെറ്റി മനുഷ്യനെ കൊടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിലൂടെ നമ്മുടെ പ്രസക്തി വെളിപ്പെട്ടു വന്നതാണ്. ഇതെല്ലാം പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാലഘട്ടത്തിന്റെ ഒക്കെ ആവശ്യകതയാണ്.
അതുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതി ഈസ് ദ ഫ്യൂച്ചർ മെഡിസിൻ നമുക്ക് നിസ്സംശയം പറയാം. അപ്പൊ നമ്മളത് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇത്രയും പാടുപെട്ട ഇതുമാതിരിയുള്ള കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ നമ്മുടെ മെർക്സോള് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഏത് പുതിയതോ പഴയതോ ആയിട്ടുള്ള രോഗം വന്നാലും നമുക്ക് പ്രതിരോധിക്കാനും ചികിത്സിക്കാനും പറ്റും. ഇപ്പൊ എന്താണ്, ചില അലോപ്പതി ഡോക്ടർമാരും നമ്മളെ കുറ്റം പറയുന്നവരൊക്കെ എളുപ്പം നമ്മുടെ അടുത്ത് പറയുന്ന ഒരു വസ്തുതയുണ്ട്. ഹോമിയോ ഡോക്ടർമാർ ഇപ്പൊ വരും, വന്നു പുതിയ രോഗം വന്നപ്പോഴത്തേക്കും പ്രതിരോധം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നു, ചികിത്സ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നു. നമുക്കതിന് സാധിക്കും. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ ഒരു ഡാമേജ് വന്നാൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വ്യതിയാനങ്ങൾ നമ്മുടെ ജീവശക്തിയിൽ വന്നാൽ ആ ജീവശക്തിയെ കറക്റ്റ് ചെയ്യിപ്പിച്ച് നമുക്കത് റീസ്റ്റോർ ചെയ്യുന്നതിന് നമ്മുടെ മെഡിസിനും കൊണ്ട് നമുക്ക് സാധിക്കും. ഡോക്ടറെ അപ്പൊ ഇനി ആ ഒരു ഒരു ഇതുകൂടെ പറഞ്ഞോട്ടെ. ഹലോ പറയൂ പറയൂ ഡോക്ടർ. ഡോക്ടർ. ഡോക്ടറെ, ഞാൻ ഈ കോവിഡ് വാക്സിനേഷൻ ഹസ്ബൻഡ് നാട്ടിൽ എടുക്കുമ്പോൾ ഞാൻ റിയലി അപ്പോൾ US-ലായിരുന്നു. അവിടെ ഞാൻ മെഡോണ വാക്സിനേഷനാണ് ഞാൻ എടുത്തത്. പക്ഷെ എൻ്റെ മോളുടെ നെയ്ബേഴ്സിൽ 2 പേർക്ക് അതിഭയങ്കരമായ ശ്വാസമുട്ട് വന്നപ്പോഴും അവിടെ US-ൽ അങ്ങനെ നമ്മൾ മെഡിസിൻ അല്ലാതെ ഒന്നും കൊടുത്തുകൂടാ, അത് തെറ്റാന്നറിയാം. പക്ഷെ ആ ശ്വാസമുട്ട് വന്ന സമയത്ത് ഞാൻ ഈ ആസ്പ്രോസ്പെർമ ടിഞ്ചർ തന്നെയാണ് കൊടുത്തത്. എൻ്റെ മോളുടെ കയ്യിൽ ഏകദേശം ഒരു 400 മെഡിസിനോളം അവിടെ ഓൾറെഡി ഉണ്ട്. അവിടെ റിയലി അങ്ങനെ മെഡിസിൻ തനിയെ കീപ്പ് ചെയ്ത് തനിയെ ട്രീറ്റ്മെന്റ് ഒന്നും നടത്തിക്കൂടാ. പക്ഷെ അവളുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ആസ്പ്രോസ്പെർമ കൊടുത്തു. അതിനോടൊപ്പം ഫോസ്ഫറസ് 0/3 കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അത് ആ ഒരു ലങ് ഫൈബ്രോസിസ് അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പം അത് ഫോസ്ഫറസ് 0/3 കൂടെ കൊടുത്തിരുന്നു. 3 പേർക്ക് കൊടുത്ത് അവളുടെ ഡിയറസ്റ്റ് ഫ്രണ്ട്സിനാ കൊടുത്തത്. വെളിയിൽ വിടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ 3 പേരും നല്ലപോലെ റിക്കവറി ആയി. അതുകൂടെ ഞാൻ ഷെയർ ചെയ്യുക. താങ്ക് യു ഡോക്ടർ. വെരി ഗുഡ്. അപ്പൊ ഇതുമാതിരിയുള്ള പോസിബിലിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. വി ഷുഡ് ബിക്കം കറേജിയസ്. അവര് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരാശിയെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുന്നത്. ഏത് കോടതിയിലും വരട്ടെ, നമുക്ക് ഇച്ചിരി ക്രൈസിസിലൂടെ കടന്നു പോകേണ്ടി വരും. അവർ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ കുറച്ച് മനുഷ്യന് വേണ്ടി ത്യാഗം സഹിക്കുന്നതിനുള്ള മനസാന്നിധ്യം നമുക്ക് ഉണ്ടാകണം. അതിന് പ്രതിഫലം നമുക്ക് പ്രകൃതി തരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഡോക്ടർ ശോഭ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ ഡോക്ടറെ. ശോഭ. ഞാൻ ഈ വാക്സിൻ അപ്പൊ നമുക്ക് തിരിച്ച് എന്ത് മെഡിസിനാ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത്? വാക്സിൻ ആന്റിഡോട്ട് ചെയ്യാനാണോ? അതെയോ? അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ ഇപ്പൊ നമ്മൾ സാധാരണ വാക്സിൻ കൊടുക്കുന്ന പോലെയുള്ള ഒരു അപ്രോച്ച് പോരാന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അവിടെ നമുക്ക് തൂജയോ അല്ലെങ്കിൽ സൈലീഷിയോ അല്ലെങ്കിൽ മെഡോറിനോ ഒക്കെ സൾഫറോ ഒക്കെ ജനറൽ ആയിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫോസ്ഫറസ് ഒക്കെ കൊടുത്തിട്ട് അത് നമ്മൾ ജുഡീഷ്യസ് ആയിട്ട് കേസ് എടുത്തിട്ട് തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ബ്ലഡ് കട്ട പിടിക്കലാണ്. അപ്പൊ അതിന് നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ട് കൗണ്ടർ ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന മെയിൻ മെഡിസിൻസ് ആണ് ക്രോക്കസ് സറ്റൈവസ് 200, അതുപോലെ തന്നെ ബോത്രോപ്സ് 30. ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പൊട്ടൻസി ഒക്കെ അവരവരുടെ ഇഷ്ടത്തിന് അവരവരുടെ ജുഡീഷ്യസ് അനാലിസിസും അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ധനേഷ് ഡോക്ടർ പറയൂ. ക്രോട്ടാരസ് ഫെറിഡസ് 30 ആണ് കൂടുതലായിട്ട് പേരും അതിനു വേണ്ടി ആദ്യം സജസ്റ്റ് ചെയ്തിരുന്നത്. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ ക്രോട്ടാലസും കൊള്ളാം. അതെ, ഈ വാക്സിനേഷൻ എടുത്തതിന് ശേഷം. അതെ, ആർണിക്ക ലോ പൊട്ടൻസി, ആർണിക്ക 3x നല്ല എഫക്റ്റീവ് ആണ്. ആർണിക്ക 3x. ഡോക്ടർ ആർണിക്ക 3x. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെല്ലാം ഈ ക്ലോട്ടിംഗ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അതെ, നമുക്ക് ഇന്നത്തെ ഈ ഓട്ടോസൈൻസ് മറിയാമ്മ ഡോക്ടറെ വിളിക്കാം. ഓക്കെ. നമ്മളെ സമയം പോയത് അറിഞ്ഞില്ല. ഞാനിപ്പോ സമയം ഇപ്പോഴാണ് നോക്കിയത്. 59 ഈ 1 മിനിറ്റേ ഉള്ളൂ. എല്ലാ ചർച്ച എന്തായാലും വളരെ നന്നായി. ഒത്തിരി പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഫാക്കൽറ്റിക്ക് നന്ദി പറയുന്നതിനായി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കും.
നന്ദി ശൈല ഡോക്ടറെ. ശരിക്കും പറഞ്ഞാൽ നമുക്കിനി ഒരു ദിവസം കൂടെ ചർച്ച ചെയ്താൽ ഇത് തീരുമെന്ന് തോന്നുന്നില്ല. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു കാര്യം, ഷാജി കുടിയാർ ഡോക്ടർ വാക്സിൻ എടുക്കാഞ്ഞത് കൊണ്ട് 2 വർഷം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സത്യത്തില് ഡോക്ടർ ഈ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുന്നുണ്ട്. ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് പൂർത്തിയാക്കിയിട്ടാണ് പോകാൻ റെഡിയാകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും നാളും ഡോക്ടറിനെ ഇവിടെ കിട്ടിയത് തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയാണ്. അതുപോലെ ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ്സും പലരെയും ആശങ്കകൾ കുറയ്ക്കാൻ സാധിച്ചതിലും ഡോക്ടർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. IFH-ന്റെ പേരിലും ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഷാജി കുടിയാർ ഡോക്ടറെ ഈ ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് നമുക്ക് കിട്ടിയതിൽ ദൈവത്തോടും നന്ദി പറയുന്നു. നന്ദി മറിയമ്മ ഡോക്ടറെ. അങ്ങനെ എന്തായാലും ഇന്ന് 1273 ദിവസം വളരെ കോവിഡ് വാക്സിനുമായിട്ടുള്ള ചർച്ചയുമായി വളരെ നന്നായി തന്നെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇന്ന് ഈ സെഷനിൽ പങ്കെടുത്ത് ഇന്നത്തെ ചർച്ച വിജയപ്രദമാക്കിയ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും, ഹോമിയോപ്പതി സ്നേഹികൾക്കും, സ്റ്റുഡൻസിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഷാജി കുടിയാർ ഡോക്ടർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.